കൂട്ടുകാരെ, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോഴത്തേക്കും നിങ്ങളിപ്പോ ഈ വീഡിയോ ആണ് ചിലപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരിക്കും, പക്ഷെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ആക്കിയത് എന്തായാലും ക്രിസ്മസിന്റെ അന്നാട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന നമ്മുടെ ഗ്രാനി ആട്ടോ. അപ്പൊ നമ്മളെ ഗ്രാനിനകത്ത് നമ്മുടെ ഗ്രാനി അമ്മ വന്നിട്ട് നമ്മളെ കാറൊക്കെ ഇടിച്ച് കൊന്നായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ എങ്ങനെയെങ്കിലും നമുക്ക് ഗ്രാനി അമ്മയുടെ വീട്ടിൽ നിന്ന് രക്ഷ വേണം. അപ്പൊ ഏത് എസ്കേപ്പ് ആണെന്ന് അറിയത്തില്ല, നമുക്ക് ഏതെങ്കിലും ഒരു എസ്കേപ്പ് വരെ എന്തായാലും നമുക്ക് എസ്കേപ്പ് ആകണം. അപ്പോഴത്തേക്കും ഈ വീഡിയോക്ക് നമ്മളൊരു 50 ലൈക്കാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും 50 ലൈക്ക് ആക്കി തരുന്ന വിചാരിക്കുന്നത്. അപ്പൊ ലൈക്ക് ചെയ്യൂ, പിന്നെ നമ്മുടെ ചാനൽ കൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്തായാലും നേരെ ഗെയിമിലോട്ട് പോവാം. ഗായ്സ്, എന്തായാലും ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. നമുക്കപ്പോ എന്തായാലും ഇതിനകത്തെങ്കിലും ജയിക്കണം. ഞാൻ മുമ്പൊന്ന് കളിച്ചപ്പോ പിന്നെയും തോറ്റു കേട്ടോ. ഞാൻ ആ ടച്ച് എല്ലാം ഫുൾ അങ്ങ് വിട്ടുപോയി. എന്തായാലും ഇതിനകത്തൊന്നും ഒരു തേങ്ങയില്ലെന്ന് എനിക്ക് സത്യത്തിൽ അറിയാം. ഇതൊന്നും നമ്മൾ നോക്കിയിട്ടൊരു കാര്യമില്ല. ഇതിനകത്തൊന്നും കാണാൻ പോകുന്നില്ല. ഗ്രാനി അമ്മൂമ്മ എന്തായാലും ഇവിടെ നിന്ന് വരാനായിട്ട് വലിയ ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ മറ്റേ സംഭവം ഇരിപ്പുണ്ട്. ഇതിനകത്ത് മീറ്റ് നമുക്കപ്പം കോക്ക് വീല് അതൊക്കെയാണ് അവിടെ ഉള്ളത്. അവിടെ എഞ്ചിൻ പാർട്ട് ഇരിപ്പുണ്ട്. തള്ള വിളംബരം ഒരു വരവ് നിർത്തില്ല കേട്ടോ. നമുക്കപ്പോൾ എന്തായാലും എല്ലാം പക്കയായിട്ട് നമുക്ക് കളിച്ച് പോകണം. ഇവിടെ ബാറ്ററി ഇരിപ്പുണ്ട്. നമുക്ക് എന്തായാലും ബാറ്ററി അല്ല, ഇത് ഓയിലല്ലേ. ഇതിനകത്തൊന്നുമില്ല. നമ്മുടെ ഗ്യാസ് ഓയിലിന് സംഭവങ്ങളൊക്കെ തള്ള ഇപ്പം ഒരു കയറുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തിട്ട് അവരെ പുഹയ്ക്കായിട്ട് അതേ ഒരു വഴി കാണുന്നുള്ളൂ. അവരിട്ട് പുഹയ്ക്കും അതിനകത്തിട്ട്. കേറട്ടെ വാ പെട്ടെന്ന് ഓടി വാ. കയറിക്കഴിഞ്ഞാൽ അപ്പത്തെ നമ്മൾ പുഹയ്ക്കും ഇട്ട്. അമ്മച്ചി എവിടാണ്? പെട്ടെന്ന് ഓടി വാ. ഇവിടെ ബിരിയാണി വെച്ചിട്ടുണ്ട്. വാ പെട്ടെന്ന് വാ. തള്ള വൈ തള്ളേനെ പറ്റിച്ച്. ഐ സീ യു. എന്നെ അങ്ങനെ പെട്ടെന്ന് പിടിക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോ പ്രോ ആയി. അപ്പൊ ഗായ്സ്, നമുക്ക് എന്തായാലും വാട്ടർ മെലോൺ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ വാട്ടർ മെലോൺ ഇവിടുന്ന് മുറിച്ചു നോക്കാം. ഇതിനകത്ത് എന്തെങ്കിലും കാണുമെന്ന് തോന്നുന്നു. എന്തോ ഇത് പ്ലേ ഹൗസ് കീ കിട്ടി നമുക്ക്. ഡോർ തുറന്ന് പോയിട്ടുണ്ട്. നമുക്കപ്പോൾ ആ സമയം കൊണ്ട് നേരെ ഇതിനകത്ത് എന്തോ ഇരിപ്പുണ്ടായിരുന്നല്ലോ. മേളിലോട്ട് പോയി നോക്കാം. ഇതിനകത്തൊന്നും ഇവിടെ കാറിന്റെ ബാറ്ററി ഇരിപ്പുണ്ട്. കട്ടിംഗ് പ്ലെയർ. നമുക്ക് സത്യം പറഞ്ഞ കാർ എസ്കേപ്പിനുള്ള ഒട്ടുമിക്ക സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഓരോന്നായിട്ട് കൊണ്ട് വെക്കുന്ന ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. അപ്പൊ ഗായ്സ്, തള്ള പുറകെ ഉണ്ട്. എന്തായാലും നമുക്ക് ആ മീറ്റും കൂടെ എടുത്തോണ്ട് മേളിലോട്ട് പോകണം. അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും. നമുക്ക് അവിടെ നിന്ന് മേളിൽ എന്തെങ്കിലും എടുക്കാൻ പറ്റും. മീറ്റ് ഒരു പുറകെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക്. ഞാൻ എന്തായാലും ഈ സംഭവം ഇവിടെ വെച്ചിട്ട് തുറന്നായിരുന്നു. ഇതെവിടെ വെക്കണ്ടേ? വ്രഞ്ച് കിട്ടി. വ്രഞ്ച്
ഓ പെട്ടെന്ന് 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 തള്ള ഇപ്പൊ അതിനകത്തോട്ട് വന്ന് തട്ടുമ്പോഴത്തേക്കും താരത്തിരി നമ്മൾ നേരത്തെ കാണിച്ച അതേ സെറ്റപ്പ് തന്നെ ഇവിടെയും കാണിക്കുക കേട്ടോ. ബ്രഞ്ച് എന്തിനാ എവിടെ ഉപയോഗിക്കുന്നത് എനിക്ക് വലിയ പിടുത്തൂല കേട്ടോ. ബ്രഞ്ച് എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്. അയ്യോ അവര് വന്ന് മുട്ടിയില്ല കേട്ടോ അവിടെ. സീനില്ല, നമുക്ക് ഒന്നും കൂടെ നല്ല രീതിക്ക് ഒന്ന് ആഞ്ഞെറിഞ്ഞു നോക്കാം. അപ്പൊ എന്തായാലും മുട്ടും. ഓ നമുക്ക് അപ്പുറത്ത് അവിടെ നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. ഞാനത് പെട്ടെന്ന് ഓർത്തില്ല സംഭവം. ഇതിലും കുറച്ച് പോട്ടെ അവര്. തള്ള പോണുണ്ട്. ഒളിച്ചൊളിച്ചൊളിച്ചൊളിച്ച് ഇനി ഒന്ന് തട്ടിയിടുമെന്ന് എനിക്ക് അറിയത്തില്ല, നോക്കാം. ഓ ഇവര് തട്ടിയിടുന്നില്ല. ഒന്ന് തട്ടിയിടുമോ അത്? എനിക്കത് കുറച്ചും കൂടെ സൈഡിലോട്ട് നീക്കിയിടുവാണെങ്കിൽ ചിലപ്പോ തട്ടിയിടുമെന്ന് തോന്നുന്നു കേട്ടോ. അത് ചിരിച്ചോണ്ട് പോണോ വായിക്കേ? ഇതെങ്ങനെ? അപ്പൊ ഗായ്സ് ഗെയിം ബഗ് അടിച്ചു. ഞാൻ ഇതിനകത്തോടെ വന്ന് ഇതിന്റെ അകത്ത് ഞാൻ എങ്ങനെ കയറുന്ന എനിക്കൊരു പിടുത്തൂല്ല കേട്ടോ. അപ്പൊ ഗായ്സ് ഇതിന്റെ അകത്തോട് ഞാൻ എങ്ങനെ വന്നു? എന്തായാലും ഞാൻ സ്വന്തമായിട്ട് തന്നെ ചത്ത് ഇവിടുന്ന് ചാടാൻ പോവാട്ടോ. എനിക്കൊരു പിടുത്തമില്ല ഞാൻ ഇത് എങ്ങനെ ഇതിനകത്തോട്ട് ചാടിയെന്ന്. ഞാൻ വെറുതെ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും അകത്തോട്ട് കയറാൻ പറ്റി, അത് മതി. അപ്പൊ ഗായ്സ് ഗെയിം നമ്മുടെ പണ്ടത്തടക്ക് തന്നെയാണ്. ഇപ്പഴും ഗ്രാനിക്കൊരു മാറ്റിയില്ല, നിറയെ ബഗ് ഉണ്ട് ഇപ്പഴും. എന്തെല്ലാം സംഭവം ഓപ്പൺ ആയി കിട്ടിയില്ല, അത് മതി. നമുക്ക് ഹാമറിന്റെ ആവശ്യം വന്നില്ല. നമുക്കപ്പോ 2 ക്രോബാർ കിട്ടിയിട്ടുണ്ട്. ഓ സെറ്റ്. അപ്പൊ നമുക്ക് 2 ക്രോബാർ ഇവിടെ കിടപ്പുണ്ട്. അയ്യോ ഒരെണ്ണം എവിടെയായിരുന്നു? ഞാൻ എവിടെ ഇട്ട? ഞാൻ മറന്നു പോയിട്ട് എവിടെയാന്ന്. തള്ള മേലുണ്ടോന്ന് അറിയത്തില്ല കേട്ടോ. അവിടെ ഇവര് അയ്യോ പെട്ടെന്ന് എന്റെ അപ്പോനെ വഴിയെ കൊണ്ട് ഇട്ടിരിക്കുമല്ലോ ട്രാപ്പ്. നമ്മള് ജസ്റ്റ് മിസ് ചെയ്ത് രക്ഷപ്പെട്ട് നടക്കുന്ന വഴി കൊണ്ട് ട്രാപ്പ് ഇട്ടിരിക്കുക കള്ള കിളവിയൊക്കെ. എന്തായാലും ഈ സൗണ്ട് ഇട്ടെന്നാലും ഉറപ്പായിട്ട് വരും, അത് ഉറപ്പാ. അവിടെ ആണ്. എന്തൊക്കെയാ ഇരിക്കണേ? അയ്യോ പെട്ടെന്ന് നമുക്കപ്പോ കട്ടിംഗ് പ്ലെയേഴ്സ് മേളിൽ നിന്ന് എടുക്കണം. അവിടെ എങ്ങാനുണ്ട്. നമുക്കപ്പോ എഞ്ചിൻ പാർട്ട് അവിടെ കൊണ്ട് വെച്ചേക്കാം. ഞാൻ കട്ടിംഗ് പ്ലെയേഴ്സ് എവിടെ കൊണ്ട് ഇട്ടു കേട്ടോ. ഞാൻ മറന്നു ഈ സംഭവം എവിടെയാന്ന്. നമുക്ക് കാർക്കി കിട്ടി. മാസ്റ്റർ കീ ഇവിടെ പാഡ്ലോക്ക് ആണല്ലോ വേണ്ടേ. ഗായ്സ് ഞാനെന്തായാലും ഒരു നമ്മുടെ ഈ ഒരു ഇതുണ്ടല്ലോ കോക്ക് വീൽ ഇവിടെ കൊണ്ട് വെക്കുവാണ്. എനിക്കൊന്ന് ഇതിനകത്താണെന്ന് തോന്നുന്നു നമ്മുടെ പാഡ്ലോക്ക് ഇരിക്കണത്. അവിടെയും കൂടെ ഒരെണ്ണം ഇരിപ്പുണ്ട്, കിച്ചണിലും കൂടെ ഒരെണ്ണം ഇരിപ്പുണ്ട്. അതും കൂടെ എടുത്തിട്ട് നമുക്ക് നേരെ ഇവിടെ കൊണ്ട് വെക്കാം. അപ്പൊ ഗായ്സ് നമുക്ക് കിട്ടിയത് വെപ്പൺ കീ ആയിട്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ വെപ്പൺ കീ ആയിട്ടിട്ട് അത് സ്കൂട്ടർ വെയർ കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റും തോന്നുന്നു. അപ്പൊ ഗായ്സ് ഗ്രാനി വരുന്നുണ്ട്. ടിഷ്കോ നമുക്കിപ്പം എന്തായാലും 2 മിനിറ്റത്തേക്കിന് ശല്യമില്ല. നമുക്ക് എന്തായാലും മേളിൽ പോയി സ്കൂട്ടർ വെയർ എടുക്കണം. സ്കൂട്ടർ വെയറിനകത്ത് എന്തെങ്കിലും കാണും. ഇവിടെ കാർ ബാറ്ററി ഇരിപ്പുണ്ട്. എനിക്കൊന്ന് അതിനകത്താണെന്ന് തോന്നുന്നു നമ്മുടെ പാഡ്ലോക്ക് ഇരിക്കണേ. എന്തായാലും ഇതെടുത്തിട്ടുണ്ട്. ഓ ഗായ്സ് നമുക്ക് പാഡ്ലോക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പാഡ്ലോക്ക് നമുക്ക് സെറ്റ് ആയിട്ടുണ്ട്. നമ്മളപ്പോ ഇനി നേരെ ഒന്നുമില്ല പരിപാടി. നമുക്ക് നേരെ ഇനി എല്ലാം കിട്ടി. എത്തിയും പറഞ്ഞ നമുക്ക് കാർ എസ്കേപ്പിനുള്ള പരിപാടികളെല്ലാം കിട്ടിയിട്ടുണ്ട്.
എനിക്ക് തോന്നുന്നു നമുക്കിനി ആ ഒരു എഞ്ചിനും കൂടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ, ബാറ്ററി കൂടെ വെച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റായി. നമ്മളതിന് പെട്രോൾ അടിക്കണം. ഈ തള്ള എപ്പോ ഒന്ന് പിടിക്കാതിരുന്നാ മതി. നമ്മുടെ എഞ്ചിൻ എടുത്തു. ഇനി നമ്മൾ എഞ്ചിനും കൂടെ അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് എസ്കേപ്പ് ആയി. അയ്യോ ഗായ്സ് പിടിച്ചു. എനിക്കൊരു ഐഡിയ തോന്നുള്ളൂ, അവർ ഉറക്കിയിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എത്രാമത്തെ ദിവസം ഇത്? ഭാഗ്യം 3 ദിവസമായിട്ടുള്ളൂ. അവിടെ കാട് നമ്മുടെ ഇത് കിടപ്പുണ്ട്, നമ്മുടെ വെപ്പൺ അവിടെ കിടപ്പുണ്ട്. നമുക്ക് വെപ്പൺ കൊണ്ട് അവർ ഉറക്കിയിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നല്ലേ. പിന്നെയും പിടിച്ചെന്നെ. 4ാമത്തെ ദിവസം. അയ്യോ ഇത് തോറ്റു പോയി അതിനകത്ത്. വാ 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 ഉറക്കി. ഇനി നമുക്ക് സീനില്ല. ഇനി പെട്ടെന്ന്. അയ്യോ അവരത് പൂട്ടി. ഗായ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ആൻസിസിറ്റി വരുന്നു കേട്ടോ. എന്തൊരു പറയുന്നത് എന്തുവാ? നമ്മുടെ കാർക്കി എന്തിയേ? കാറിലെങ്ങനെ കേറണ്ടേ? അപ്പൊ ഗൈസ് നമുക്ക് കാർ ഓടിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത്. എന്തോ ഒന്ന് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. എന്തോ ഒരെണ്ണം കൂടെ മിസ്റ്റേക്ക് ഉണ്ട് അവിടെ. എന്ത് ചെയ്യണ്ടേ ഇനി? എല്ലാം ആയില്ലേ? ഓ ഫ്രഞ്ച്. ഓ ഗായ്സ് അപ്പൊ ഞങ്ങളെങ്ങനെ ഫൈനലി നമ്മളെ കാർ എസ്കേപ്പ് ചെയ്തിരിക്കുകയാണ്. നമ്മളെ കഴിഞ്ഞ വീഡിയോക്കകത്ത് നമ്മുടെ ഗ്രാനി കാർ കൊണ്ടാട്ട് ഇടിച്ചു വന്നത്. അപ്പൊ നമ്മളെന്തായാലും ഇതിനകത്ത് കാർ കൊണ്ട് തന്നെ നമ്മൾ ജയിച്ചിരിക്കുകയാണ്. അപ്പൊ ഗായ്സ് എന്തായാലും എനിക്കറിയത്തില്ല, ഞാനിത് 1-2 മണിക്കൂർ എടുത്തു ഇത് കളിക്കാനായിട്ട്. അപ്പൊ എല്ലാരും സബും ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കുന്നു. നമുക്കപ്പോ എന്തായാലും അടുത്തൊരു വീഡിയോക്കകത്ത് കാണാം.